ഒരു കാലത്ത് പത്തനംതിട്ടയിലെ CPMന്റെ കരുത്തുറ്റ മുഖമായിരുന്ന മുൻ MLAയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ പത്മകുമാർ ഒടുവിൽ പാർട്ടിക്ക് പുറത്തായിരിക്കുകയാണ്. കേവലം രാഷ്ട്രീയ ഭിന്നതകളുടെ പേരിലല്ല, മറിച്ച് മലയാളി മനസ്സിനെ ഞെട്ടിച്ച ശബരിമല സ്വർണ്ണമോഷണ കേസിലെ പ്രതിപട്ടികയിൽ ഇടം പിടിച്ചതിനു ശേഷമുള്ള ഈ പുറത്തുപോകൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സാധാരണയായി പാർട്ടിയിൽ നിന്നൊരാളെ പുറത്താക്കുമ്പോൾ ഉണ്ടാകുന്ന പരസ്യമായ അച്ചടക്ക നടപടികളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം അംഗത്വം പുതുക്കാൻ തയ്യാറാകാതെയാണ് പത്മകുമാർ ഇപ്പോൾ CPM ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുന്നത്. CPMന്റെ മെമ്പർഷിപ്പ് സ്ക്രൂട്ടണിയിൽ, അതായത് അംഗത്വ സൂക്ഷ്മ പരിശോധനയിൽ പത്മകുമാർ തന്റെ അംഗത്വം പുതുക്കാനുള്ള അപേക്ഷ നൽകിയിരുന്നില്ല. അദ്ദേഹം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നതിനാൽ അവിടെയായിരുന്നു അപേക്ഷ സമർപ്പിക്കേണ്ടിയിരുന്നത്. എന്നാൽ സമയപരിധി അവസാനിച്ചിട്ടും അപേക്ഷ നൽകാതിരുന്നതോടെ ജില്ലാ കമ്മിറ്റിയും അദ്ദേഹത്തിന്റെ അംഗത്വം പുതുക്കി നൽകാൻ തയ്യാറായില്ല. മുൻപ് മുതിർന്ന നേതാവ് G. സുധാകരൻ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചതിന് സമാനമായ ഒരു മാതൃകയാണ് പത്മകുമാറും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. G. സുധാകരൻ പിന്നീട് അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിച്ച് MLA ആയിരുന്നു. സമാനമായ രീതിയിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പത്മകുമാറും ചേക്കേറുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്ന പ്രധാന ചോദ്യം. ഒരു കാലത്ത് CPMൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന നേതാവായിരുന്ന പത്മകുമാർ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ VS അച്യുതാനന്ദന്റെ അതിശക്തമായ സ്വാധീനത്തെ പ്രതിരോധിക്കാൻ പിണറായി വിജയൻ പക്ഷം പ്രധാനമായി ഉപയോഗിച്ചത് അന്നത്തെ യുവ നേതാവായിരുന്ന പത്മകുമാറിനെയായിരുന്നു. പത്മകുമാറിന്റെ കടുത്ത നിലപാടുകളും കാർക്കശ്യവുമാണ് പത്തനംതിട്ടയിൽ പിണറായി പക്ഷത്തിന് അടിത്തറപ്പാക്കിയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോഴും ഈ അടുപ്പം ശക്തമായി തുടർന്നു. ഈ വലിയ അടുപ്പത്തിന്റെ പ്രതിഫലമായാണ് പത്മകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കുന്നത്. കോന്നി മുൻ MLA ആയിരുന്ന അദ്ദേഹം ഏറെക്കാലം CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും സജീവ സാന്നിധ്യമായിരുന്നു. എന്നാൽ പിന്നീട് ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞു. വീണ ജോർജ് ആറന്മുളയിൽ രാഷ്ട്രീയമായി കാലുറപ്പിക്കുകയും തുടർന്ന് മന്ത്രിയാവുകയും ചെയ്തതോടെ പത്മകുമാറിന്റെ പാർട്ടിയിലെ സ്വാധീനം കുറയാൻ തുടങ്ങി. കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവാക്കിയതോടെയാണ് പത്മകുമാർ പാർട്ടിക്കെതിരെ പരസ്യമായ നിലപാടെടുത്തത്. ഫേസ്ബുക്കിലൂടെ അദ്ദേഹം തന്റെ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചു. പാർട്ടിയിലെ പുതിയ നേതൃത്വത്തിനെതിരെ അദ്ദേഹം പരസ്യയുദ്ധം പ്രകടിപ്പിച്ചിട്ടും പിണറായി വിജയന്റെ പ്രത്യേക വാത്സല്യം കാരണം സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തിനെതിരെ വലിയ നടപടികൾക്കൊന്നും മുതിർന്നിരുന്നില്ല. എന്നാൽ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസ് വന്നതോടെ പത്മകുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഗതി പാടെ മാറിമറിഞ്ഞു. ഈ കേസോടെ കാര്യങ്ങളെല്ലാം CPMന് കൈവിട്ടു പോകുന്ന അവസ്ഥയിലായി. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിൽ 8ാം പ്രതിയാണ് പത്മകുമാർ. ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിൽ പതിച്ചിരുന്ന സ്വർണവും ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപാളികളും മോഷ്ടിച്ചു കടത്തിയെന്നാണ് കേസ്. കഴിഞ്ഞ നവംബർ 20-നാണ് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് 3 മാസത്തിലധികം ജയിൽവാസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിക്കുന്നത്. ആദ്യം കൊല്ലം വിജിലൻസ് കോടതിയും പിന്നീട് രണ്ടാമത്തെ കേസിൽ മാർച്ചിലുമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാനായത്. 2019-ൽ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ അറിവോടെയാണ് ഈ സ്വർണം വക മാറ്റിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലും വലിയ ആസൂത്രണം നടന്നത് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക രേഖകളാണ്. രേഖകളിൽ സ്വർണ്ണപ്പാളികൾ എന്നതിന് പകരം തിരുത്തി ചെമ്പുപാളികൾ എന്ന് എഴുതിയതായി അന്വേഷണത്തിൽ വ്യക്തമായി. മാത്രമല്ല, കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് അടുത്ത സാമ്പത്തിക ഇടപാടുകളും ബന്ധമുണ്ടായിരുന്നെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. സ്വർണം നഷ്ടപ്പെട്ട സമയത്ത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിസ്സംഗത വലിയ ദുരൂഹതകൾക്ക് വഴിവെച്ചു. ഈ ആസൂത്രിതമായ കവർച്ചയ്ക്ക് കളമൊരുക്കുകയായിരുന്നു എന്ന് അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. തന്റെ കാലാവധി കഴിഞ്ഞ ശേഷമാണ് സ്വർണ്ണപ്പാളികൾ കൈമാറിയതെന്ന് പത്മകുമാർ വാദിച്ചെങ്കിലും അദ്ദേഹം പ്രസിഡന്റായിരുന്ന കാലത്താണ് ഇതിനുള്ള പദ്ധതികളും ഔദ്യോഗിക നിർദ്ദേശങ്ങളും മുന്നോട്ട് കൊണ്ടുപോയതെന്ന് അന്വേഷണ സംഘം തെളിവുകൾ സഹിതം കണ്ടെത്തി. ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ളക്കേസിൽ അകപ്പെട്ടിട്ടും CPM പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. സ്വർണ്ണമോഷണത്തിൽ അറസ്റ്റിലായ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ പേരിൽ പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ഒട്ടേറെ പഴികേൽക്കേണ്ടി വന്നു. UDF ഈ വിഷയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു. സാധാരണമായി മാർച്ച് മാസത്തിലാണ് CPMന്റെ അംഗത്വ സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. എന്നാൽ ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇത് മെയ് മാസത്തിലേക്ക് മാറ്റിയത്. സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ പത്മകുമാർ അംഗത്വം പുതുക്കാൻ തയ്യാറാകാതിരുന്നതോടെ ശരിക്കും CPM ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. പാർട്ടിക്ക് സ്വയം നടപടിയെടുക്കാതെ തന്നെ പത്മകുമാർ പുറത്തുപോയത് നേതൃത്വത്തിന് ആശ്വാസമായി. മുൻപ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടപ്പോൾ താനൊരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കാൻ പോലും തയ്യാറാണെന്ന് പറഞ്ഞ പത്മകുമാറാണ് ഇപ്പോൾ പാർട്ടി ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നത്.
അന്ന് അദ്ദേഹം BJP-യിലേക്ക് പോകുമെന്ന തരത്തിൽ വലിയ വാർത്തകൾ വന്നിരുന്നു. BJP നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ താൻ SDPIയിൽ ചേർന്നാലും BJP-യിൽ പോകില്ലെന്നായിരുന്നു പത്മകുമാറിന്റെ അന്നത്തെ നിലപാട്. ഇപ്പോൾ CPM-ന് അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ പത്മകുമാറിനും പാർട്ടി മടുത്തു തുടങ്ങിയതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായതിനാൽ കോൺഗ്രസോ BJP-യോ തൽക്കാലം അദ്ദേഹത്തെ തങ്ങളുടെ പാളയത്തിൽ അടുപ്പിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു സ്വതന്ത്ര പാതയിലൂടെയായിരിക്കും പത്മകുമാറിന്റെ രാഷ്ട്രീയ യാത്ര എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.